ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയ എപ്പിസോഡില് കണിമംഗലത്ത് ഇപ്പൊ എല്ലാവരും വലിയ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കണേ. അങ്ങനെ വരുണിന്റെ അമ്മ പറയണേ, അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവൻ തന്നെ കണ്ടെത്തി ആ കുട്ടിയെ വിവാഹം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവന്റെ കാര്യത്തില് ഇതിലും വലിയ സന്തോഷമില്ലെന്ന് ഞാൻ കരുതിയതാ. എന്നിട്ടിപ്പോ ഇതെന്താ നടക്കുന്നത്? എനിക്ക് പേടിയാവുക. വരുണിന്റെ അച്ഛൻ പറയും, ഒരുപാട് രാജ്യങ്ങളില് സഞ്ചരിച്ചവനാ അവൻ. അവിടെ ഒരുപാട് കുട്ടികളുമായി ഇടപഴകിയവനാ. അതെല്ലാം വിട്ട് ഒരു നാടൻ പെൺകുട്ടിയോട് അവൻ ഇഷ്ടം തോന്നി. നമ്മുടെ സംസ്കാരം അവൻ മറന്നില്ലല്ലോന്നാ ഞാൻ ആശ്വസിച്ചത്. പക്ഷേ ഇപ്പൊ ആ ചിന്തകളൊക്കെ മനസ്സൊന്നു പോയോ? അവൾക്ക് യോഗ്യതയില്ലെന്ന് അവന് തോന്നി തുടങ്ങിയോ? അപ്പൊ വരുണിന്റെ അമ്മ പറയും, വിവാഹം കഴിഞ്ഞതു മുതലേ അവൻ എന്തൊക്കെയോ മാറ്റം ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ ശ്രദ്ധിക്കുന്നതാ എല്ലാവരിൽ നിന്നും ഒരു ഒഴിഞ്ഞു മാറൽ. എന്താ എന്റെ മോന് സംഭവിച്ചത്? അമ്മ എന്താ ഒന്നും പറയാത്തത്? അവന്റെ മനസ്സ് മറ്റാരേക്കാളും അറിയുന്നത് അമ്മയ്ക്കല്ലേ? അവൻ കണ്ടെത്തിയ പെൺകുട്ടിയെ കുറിച്ച് അവൻ പറഞ്ഞത് അമ്മയോടല്ലേ? മുത്തശ്ശി പറയും, നിങ്ങൾ പറയുന്നത് പോലെ അവന്റെ മനസ്സ് മാറി. അവൻ ഇതിനേക്കാളും മെച്ചപ്പെട്ടത് ആഗ്രഹിക്കുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തോ ഒന്ന് എന്റെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഒരു വിഭ്രാന്തി പോലെ. വരുണിന്റെ അമ്മ പറയും, ശത്രുക്കൾ കുടുംബത്തിനകത്ത് തന്നെ ഒരുപാടുണ്ട്. എന്തെങ്കിലും രീതിയിൽ ഈ വിവാഹം മുടങ്ങുക. കൽപ്പനയുടെ അനിയത്തിയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്നൊക്കെ ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അവരെന്തെങ്കിലും കടുങ്കയോ മറ്റോ? വരുണിന്റെ അച്ഛൻ ചോദിക്കും, താനെന്താ ഉദ്ദേശിക്കുന്നത്? കടുങ്കയെന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും മന്ത്രവാദത്തെ കുറിച്ചാണോ? അല്ലാണ്ട് പിന്നെ എന്താ കരുതേണ്ടത്? അച്ഛൻ പറയും, ആ വഴിക്കൊന്നും ചിന്തിക്കേണ്ട അമ്മേ. നാളെ അമ്മ അവനോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അവന്റെ ജീവിതമല്ലേ ഇത്. മുത്തശ്ശി പറയും, കല്യാണം കഴിഞ്ഞതു മുതലേ അവനിലൊരു അസ്വസ്ഥത ഉണ്ടെന്ന് പത്മിനി പറഞ്ഞില്ലേ? അത് അവന്റെ കണ്ണിലെ കെമിക്കൽ സ്പ്രേ വീണത് മുതലാ. ഇപ്പോഴും അവന്റെ കണ്ണ് നേരെ ചുവയായിട്ടില്ല. തൽക്കാലം അതിന്റെ പ്രശ്നമാണെന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഇന്നൊരു മുറിയിൽ അവർ ഒരുമിച്ച് ഉറങ്ങട്ടെ. പരസ്പരം സംസാരിക്കാനുള്ളത് സംസാരിക്കട്ടെ, തിരുത്താനുള്ളത് തിരുത്തട്ടെ. അല്ല പരമേശ്വര? അച്ഛൻ പറയും, അതെ, വേറെന്താ ഒരു മാർഗം? മുത്തശ്ശി പറയും, നിങ്ങൾ സമാധാനിക്കേ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇതിനൊരു പരിഹാരം ഉണ്ടാകും. അവന്റെ വീഴ്ച കാത്തിരിക്കുന്നവരോടുള്ള മറുപടി അവൻ തന്നെ പറഞ്ഞോളും. ഭഗവാനെ കൃഷ്ണ കാത്തോളണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി. ശേഷം പിന്നീട് ബിജു വരുണിനെ പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോവാണേ. പ്രിയ ആയതുകൊണ്ട് അങ്ങോട്ട് പോവാൻ താല്പര്യമില്ല. ബിജു പറയും, ഇനിയും തർക്കിക്കാൻ നിന്നാലേ അച്ഛന്റെ രീതികൾ മാറും. അതുകൊണ്ട് കൂടുതൽ നിൽക്കാതെ കയറിപ്പോടാ. വരുൺ പറയും, എടാ നീ എങ്കിലും ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. ബിജു പറയും, എനിക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ അച്ഛൻ പറയുന്നത് കേൾക്കുന്നതാ നല്ലത്. കേറിപ്പോയിക്കോ, കേറിപ്പോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറ്റിയ ശേഷം ഡോർ അടയ്ക്കുക. വരുണാണെങ്കിൽ പ്രിയനെ കാണുമ്പോ തന്നെ ദേഷ്യം വരികയാണ്. പ്രിയയും ആകെ പേടിച്ചിട്ടുണ്ട്. വരുൺ വന്ന് നോക്കുമ്പോ ചോദിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? വരുൺ പറയുന്നേ, പുറത്ത് നടന്നൊക്കെ നീ കേട്ടല്ലോ. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഈ ലോകം മുഴുവൻ വിശ്വസിച്ചാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. പറ, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ രണ്ടാളും ആ നിലയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ? പറയാൻ. പ്രിയ എങ്ങനെ ഞെട്ടലോടെ നിൽക്കുക. വരുൺ പറയും, ഉണ്ടെങ്കിൽ ആദ്യ നിമിഷം കണ്ടതു മുതൽ ഇപ്പം വരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കൈമാറി? പറ. പ്രിയക്കപ്പൊ പേടിയാവും. അതൊക്കെ വരുണിന് അറിയാലോ. വരുൺ പ്രിയയുടെ കവിളിൽ പിടിച്ചിട്ട് വയ്ക്കും, നിനക്കറിയില്ല അല്ലേ? ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട എന്റെ പെണ്ണിനെ എങ്ങനെയാ നിങ്ങളെല്ലാരും കൂടെ എന്റെ കൺമുന്നിൽ നിന്ന് മറച്ചത്? കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ കണ്ണിൽ കെമിക്കൽ സ്പ്രേ വീണു. അത് ചെയ്തത് നിന്റെ കൂട്ടുകാരി. അവളെ കൊണ്ട് ആരാ അത് ചെയ്യിപ്പിച്ചത്? പറയാനല്ലേ പറഞ്ഞത്? പ്രിയ ആകെ പേടിക്കുന്നുണ്ട്. വരുൺ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയാ. അതിൽ വരുൺ വയ്ക്കും, ഞാൻ നിന്നെയാണോ താലി കെട്ടിയത്? നിന്റെ കൈ പിടിച്ചാണോ കതിർ മണ്ഡപത്തിൽ നടന്നത്? പ്രിയ അങ്ങ് ഞെട്ടും. മിണ്ടാതെ നോക്കുമ്പോ വരുൺ പറയും, പറയടി. പ്രിയ പറയും, ആ അതെ. അപ്പ തന്നെ വരുൺ പറയും, കള്ളം. ദേ, സത്യം പറഞ്ഞാ നിനക്ക് ജീവനോടെ ഈ റൂമിന്ന് പുറത്തു പോവാം. അല്ലെങ്കിൽ ആദ്യ രാത്രി ആഘോഷിക്കാൻ വന്ന നിന്റെ അവസാനത്തെ രാത്രി ആയിരിക്കും. പ്രിയ അങ്ങ് പേടിക്കുന്നുണ്ട്. വരുൺ എത്രത്തോളം ക്ഷമിക്കാൻ പറ്റും അത്രത്തോളം ക്ഷമല ചോദിക്കുന്നത്. പറ. പ്രിയ മിണ്ടാതെ നോക്കുമ്പോ പിന്നെ അങ്ങ് ദേഷ്യം വരും. പറയാൻ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ പ്രിയയുടെ കഴുത്തിന് കയറി പിടിക്കാം. അപ്പൊ പ്രിയ പറയും, കൊന്നോ? താലി കെട്ടിയ നിമിഷം മുതലേ എന്റെ പ്രാണൻ വരുൺ അവകാശപ്പെട്ടത്. അതെടുക്കാനാ തീരുമാനമെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കും എന്ന് പറഞ്ഞ് വരുണിനെ നോക്കി വരുൺ കഴുത്തിന് അമർത്തി പിടിക്കുമ്പോഴും ചിരിക്കുമ്പോ വരുണിന്റെ ദേഷ്യം ഇരട്ടിയവ കട്ടിലേക്ക് അങ്ങ് വലിച്ചെറിയും. വരുൺ എന്ന് വിളിക്കുമ്പോ വരുൺ പറയും, നിനക്കറിയാം ഞാനും നീയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം. ഇന്ന് നീ ഇവിടെ കിടന്നുറങ്ങ്. അറപ്പോടെയും വെറുപ്പോടെയും ഇന്ന് രാത്രി നിന്നെ ഞാൻ സഹിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് വരുൺ അവിടുന്ന് പോവാ. പ്രിയ എങ്ങനെ ദേഷ്യത്തിൽ തന്നെയാ നിൽക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ഭാഗമാണ്. അവിടെ രാധിക മണിയറയിൽ ഇരിക്കുക. അങ്ങനെ നാണത്തോടു കൂടി അവിടെ ഇരിക്കുമ്പോ വരുൺ ആ റൂമിലേക്ക് വരികയാണ്. വരുണെ കാണുമ്പോ രാധിക കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കും. വരുൺ ഡോറക്കടച്ച് അടുത്തേക്ക് വരും. താൻ അവിടെ ഇരുന്നോ? അപ്പൊ രാധിക വരുണിന്റെ കാലില് തൊട്ട് അനുഗ്രഹം വാങ്ങിക്ക. വരുൺ ചോദിക്കും, ഏയ് ഇതും ചടങ്ങാണോ? രാധിക പറയും, ഇനി മുതൽ എന്റെ സ്ഥാനം ഈ കാൽക്കല. വരുൺ പറയും, ഏയ് അത് ഞാൻ സമ്മതിച്ചു തരില്ല. നമ്മൾ തമ്മില് അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും വേണ്ട. ദേ, നമ്മൾ തുല്യരാണ്. എനിക്കുള്ള അവകാശങ്ങൾ തനിക്കുണ്ട്.
രാധിക പറയും ഞാൻ അങ്ങനെയൊന്നും കേട്ട് ശീലിച്ചിട്ടില്ല. വരുൺ പറയും എടോ ഞാൻ ശീലിച്ചിട്ടുണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ സ്നേഹിച്ചതും സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിച്ചത് എന്റെ പിന്നാലെ നടക്കുന്ന ആളെയല്ല, എന്നോടൊപ്പം ചേർന്ന് എന്റെ യഥാർത്ഥ പങ്കാളിയായിട്ട് നടക്കാനാ. സ്വന്തമാക്കാൻ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഇതൊന്നും നടന്നു കിട്ടുന്നത് വരെ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. രാധികയ്ക്കും എന്ത് പെയിൻ? വരുൺ അപ്പൊ തന്നെ പറയും പ്രണയത്തിന്റെ പെയിൻ. എല്ലാം ഒരു സ്വപ്നം പോലെ. രാധിക പറയും എനിക്കും. വരുൺ പറയും ഇഷ്ടമാണെന്ന് ഒരുപാട് തവണ ഞാൻ എന്റെ പെരുമാറ്റത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി എപ്പോഴാ അത് പറയുന്നത്? രാധികയ്ക്കും എന്തിനാ പറയുന്നേ? വരുൺ പറയും ഒന്ന് കേൾക്കാനുള്ള കൊതി. സകല അവകാശങ്ങളോടും കൂടി ഞാൻ ഏറ്റെടുത്ത എന്റെ പെണ്ണ് എന്റെ സ്വന്തമാണെന്ന്, എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് പരിപൂർണമായ ഉറപ്പ് വേണ്ടേ? രാധികയ്ക്കും എന്നെ കൊടുക്കുവാണോ? വരുൺ പറയും അതെ, ആദ്യം കണ്ടപ്പോ തന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ എന്നെ കുടുക്കിയതല്ലേ, അപ്പൊ ഞാനും തിരിച്ചു ചെയ്യണ്ടേ? ശരിക്കും ഇഷ്ടമാണോ? പറയടോ. അപ്പൊ രാധിക പറയും എന്റെ പ്രാണനാ, എനിക്ക് എന്നെക്കാളും ഇഷ്ടമാ, ഈ ലോകത്ത് എന്തിനേക്കാളും ഇഷ്ടമാ. അത് കേൾക്കുമ്പോ വരുൺ ഒരുപാട് സന്തോഷാവും. വരുൺ രാധികനെ തന്റെ മാറോട് ചേർത്ത് പിടിക്കുക. രാധിക ഇങ്ങനെ വരുണിന്റെ മാറോട് ചേർന്ന് കിടക്കും. അങ്ങനെ വരുൺ പറയും എന്റെ ജനന സമയത്ത് തന്നെ തന്റെ ജനന സമയവും കുറിച്ചിട്ടുണ്ടാവും, താൻ ജനിച്ച സമയത്ത് തന്നെ നമ്മുടെ വിവാഹ മുഹൂർത്തവും കുറിച്ചിട്ടുണ്ടാവും. രാധിക എന്ന് പറഞ്ഞിങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുക. പെട്ടെന്നായിരിക്കും രാധിക സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നത്. ഇത് രാധിക കണ്ട സ്വപ്നങ്ങളാ. പെട്ടെന്ന് ആൾക്ക് നല്ല സന്തോഷം വരിക. വരുണിനെ ഇങ്ങനെ റൂമിലൊക്കെ തിരയാ. പിന്നെ വല്ലാത്തൊരു വിഷമം. പിന്നീട് അങ്ങോട്ട് രാധികയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇതേ സമയം കണിമംഗലത്തെ പ്രിയ നല്ല ഉറക്കാ. വരുണാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയനെ കാണുമ്പോ തന്നെ ഇങ്ങനെ ദേഷ്യം ഇരട്ടിയായിട്ട് വരികയാണേ. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴും രാധികനെ ആദ്യമായിട്ട് കണ്ടതും രണ്ടാമത്തെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതും മെഹന്തി ഇട്ട് കൊടുത്തതും അതുപോലെ മഞ്ഞൾ കല്യാണത്തിന് മഞ്ഞൾ തേച്ച് കൊടുത്തതും അന്ന് രാധിക നല്ല സന്തോഷത്തിൽ നിന്നതൊക്കെ ഇങ്ങനെ വരുൺ ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കാണ്. ഇപ്പൊ അത് ആലോചിക്കുമ്പോ മുമ്പ് അയച്ചപ്പോ സന്തോഷാണെങ്കിൽ ഇപ്പൊ വല്ലാത്തൊരു സങ്കടവും ഒരു വീർപ്പുമുട്ടലൊക്കെയാ. ശേഷം അല്പം വെള്ളം എടുത്ത് കുടിക്കും. പ്രിയനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് വിചാരിക്കും എത്ര വേഷം കിട്ടിയാലും നിനക്കെന്റെ പെണ്ണാവാൻ കഴിയില്ല, എന്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തും നാളെ തന്നെ എന്ന് പറഞ്ഞ് വരുൺ അവിടെ ഇരിക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് കൽപ്പനേനെയും ടീംസിനെയാണ്. അവരവിടെ ഇങ്ങനെ വരാന്തയിൽ നിൽക്കുക. ഉർവശിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? വരുൺ പറയുന്നത് ഒരു നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് പ്രിയങ്കയെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല വെറുപ്പാണെന്നും വ്യക്തമാണ്. കൽപ്പന പറയും എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. വരുൺ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ പെണ്ണിനെയല്ലെന്ന് അവൻ തറപ്പിച്ചു പറയുന്നുണ്ട്. വേറെ ആരാ അങ്ങനെ ഒരു പെണ്ണുണ്ടോ? ഗൗതം പറയും നിങ്ങൾക്ക് വേറെ ജോലിയുണ്ടോ? ഇനി എല്ലാരും കൂടെ അങ്ങനെ ഒരു പെണ്ണിനെ സൃഷ്ടിക്കാൻ പോവാണോ? ഇതൊന്നുമല്ല കാര്യം. എനിക്ക് തോന്നുന്നത് വരുണിന്റെ മനസ്സ് മാറിയെന്ന്. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നതും സ്വന്താക്കുന്നതൊക്കെ പറഞ്ഞു നടക്കാൻ എളുപ്പാ. പക്ഷെ ജീവിതകാലം മുഴുവനും അങ്ങനെ ഒരു പെണ്ണിനെ ചുമക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതായിരിക്കും സംഭവിച്ചത് അല്ലേ അച്ഛാ? ചന്ദ്രശേഖരൻ പറയും സത്യം പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വരുൺ ബഹളം വെച്ചതോടെ കാര്യങ്ങൾ അവസാനിച്ചതാ. പക്ഷെ ഏട്ടന്റെ ഇടപെടലുണ്ടല്ലോ അതിലാ എല്ലാവരും ഒതുങ്ങിപ്പോയത്. അല്ലെങ്കിൽ പകല് വിവാഹവും രാത്രി വിവാഹമോചനവും നടന്നേനെ. ഉർവശി പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ പകൽ അവനെ തനിച്ചു കിട്ടുമ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ചോദിച്ചു മനസ്സിലാക്ക്. അവൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അവന്റെ കൂടെ നിൽക്കാന്ന് വാക്ക് കൊടുത്താൽ അവൻ മനസ്സുറക്കില്ലേ? നേരം വിളിക്കട്ടെ. ഈ ജാതകത്തിന്റെ കാര്യം എല്ലാവരും പറയുമെങ്കിലും തൊട്ടപ്പുറത്ത് വിധി എന്നൊരു വാക്കുകൂടി എല്ലാരും പറയാറുണ്ടല്ലോ. പ്രിയയുടെയും വരുണിന്റെയും ജാതകങ്ങൾ തമ്മിൽ ചർച്ചയുണ്ട്. പക്ഷെ ഒന്നിച്ച് ജീവിക്കാനുള്ള വിധി മറ്റാർക്കുമാണ്. കൽപ്പന പറയും എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ പ്രശ്നത്തിന്റെ പേരില് കുടുംബത്തെ എതിർക്കാനാണ് വരുണിന്റെ തീരുമാനമെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അവന്റെ കൂടെ തന്നെ നിൽക്കും. ചന്ദ്രശേഖരൻ പറയും നിൽക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ വിധി ഉണ്ടല്ലോ അത് അവന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു പെണ്ണിന്റെ വിധി. അതൊരു പക്ഷേ നിന്റെ അനുജത്തി തലയിലാണ് എഴുതിയതെങ്കിലോ അത് നടപ്പിലാക്കാനാണ് ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ കാണുന്നതൊക്കെ നടക്കുന്നതെങ്കിലോ? ഗൗതം പറയും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, ഇവിടുന്ന് അങ്ങോട്ടുള്ള വരുണിന്റെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. വരുണിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ചിലരൊക്കെ വീണെന്നും ഇരിക്കും. ആ അവസരം നമുക്ക് മുതലെടുക്കാൻ സാധിച്ചാൽ മതി. കൽപ്പന പറയും ഗൗതം എടുത്തുചാടി ഒന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും നീ ചെറിയച്ചനോട് ആലോചിച്ച് മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? ചന്ദ്രശേഖരൻ പറയും വരുണിനെയും പ്രിയങ്കയെയും ഒന്നിച്ച് മണിയറയിലാക്കിയിട്ടുണ്ട്. ആർക്കറിയാം നാളെ നേരം വിളിക്കുമ്പോ അവൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ടാവുമെന്ന്. കണിമംഗലം വീടിന് മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കുന്നത് വല്ല പുതിയ വാർത്തകളും കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇവരിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ ഇതിന്റെ പ്രൊമോയിലുള്ളത് രാധികയ്ക്ക് ആ താലി കിട്ടുന്നുണ്ട്. അങ്ങനെ രാധിക കഴുത്തിലുണ്ടായിരുന്ന തന്റെ മാലയുടെ മുകളിലെ ആ താലിച്ചേന് കൊളുത്തുക, എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം നെറ്റിയില് സീമന്തരേഖയില് സിന്ദൂരം അണിയുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിലുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്